പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ എം.എൽ.എ. നിയമ നടപടിയിലേക്ക്. ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് വിറ്റതെന്ന് കടകംപള്ളിക്ക് അറിയാമെന്ന ആരോപണത്തിലാണ് നോട്ടീസ് അയച്ചത്. പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം, ഇല്ലെങ്കിൽ 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും നോട്ടീസ്. വിവരങ്ങളുമായി ഷീജ ചേരുക. ഷീജ, ഇന്നും വി.ഡി. സതീശൻ പുറത്തിറങ്ങി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് ഈ ദ്വാരപാളി ഇളക്കി വിറ്റത് ഏത് കോടീശ്വരനാണെന്ന് വ്യക്തമാക്കണമെന്ന തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിലും ഇതേ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ കടകംപള്ളി ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? തീർച്ചയായും സിജു, കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കുള്ളിലാണ് ഇത് സംബന്ധിച്ചുള്ള പരാമർശം ആദ്യം പ്രതിപക്ഷ നേതാവ് നടത്തിയത്. അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പം അത് ഏത് കോടീശ്വരനാണ് വിറ്റത് എന്നുള്ളത് കടകംപള്ളി സുരേന്ദ്രന് അറിയാം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്. അതിനുള്ള മറുപടി കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കുള്ളിൽ തന്നെ കടകംപള്ളി അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന് നൽകുകയും ചെയ്തിരുന്നു. ഇത് തെളിയിക്കുകയാണെങ്കിൽ താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്നും, അല്ലാത്ത പക്ഷം ഇത് തെറ്റാണെന്ന് തെളിയുകയാണെങ്കിൽ വനവാസത്തിന് പ്രതിപക്ഷ നേതാവ് തയ്യാറുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം വെല്ലുവിളിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും നിയമ നടപടിയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള നടപടികൾ കടകംപള്ളി സുരേന്ദ്രൻ ആരംഭിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ വക്കീൽ നോട്ടീസ് പ്രതിപക്ഷ നേതാവിന് അയച്ചിരിക്കുകയാണ്. പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും ഇതിൽ പറയുന്നത്, ഈ നോട്ടീസിൽ പറയുന്നത്. ഇല്ലെങ്കിൽ 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കും എന്നുള്ള കാര്യമാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ തനിക്കെതിരെ ഗുരുതരമായിട്ടുള്ള അതും വ്യാജ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണിത് എന്നുള്ളത് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വി.ഡി. സതീശനെതിരെ നിയമ നടപടിയുമായി കടകംപള്ളി സുരേന്ദ്രൻ എം.എൽ.എ.